ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ വളരെ ഗംഭീരമായിട്ട് പൂർത്തിയാക്കി വെളുപ്പിനെ വീട്ടിലെത്തി കേട്ടോ. ഒരു 4 മണിയൊക്കെ ആവുന്നതിന് മുമ്പ് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യസമയം ഞാൻ ഓർമ്മിക്കുന്നില്ല. അവൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് അവരൊക്കെ പൂർത്തിയാക്കി വന്ന് കുറച്ച് താമസം എടുത്തു. പിന്നെ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ താമസിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ അടുത്ത ഡ്യൂട്ടി ഉണ്ട്, ഞങ്ങളുടെ സ്വന്തം ഡ്യൂട്ടി. എന്നാൽ SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ രാവിലെ 6:30ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരും. എനിക്ക് അടുത്തുള്ള സർക്കാർ സ്കൂളിൽ തന്നെയാണ് ഡെപ്യൂട്ടിയായിട്ട് കിട്ടിയത്. SSLC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രഷറിയിൽ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ വെച്ചിട്ടാണല്ലോ അവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റിലെ സാർമാർ വന്ന് കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 6:30ക്കായിരുന്നു എൻ്റെ സ്കൂളിലെ ടൈം. അതായത് ഞാൻ ഡെപ്യൂട്ടിയായിട്ട് ജോലി ചെയ്യുന്ന ആ സ്കൂളിലെ ടൈം. അപ്പോൾ രാവിലെ പോയി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങി, പിന്നെ അത് അവിടെ ലോക്കറിൽ വെച്ച് ലുക്ക് ചെയ്ത് പിന്നെ പരീക്ഷയൊക്കെ നടത്തി ആൻസർ പേപ്പറൊക്കെ അയച്ചതിന് ശേഷം പിന്നെ വീട്ടിൽ നമ്മൾ തിരിച്ചെത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി ആ സമയത്ത് ആ വർഷം രാവിലെ ഉച്ച കഴിഞ്ഞും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ടൈം മാറ്റം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കും ചെറിയ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഈ പരീക്ഷ നടത്തുന്ന സമയത്ത് അതായത് പരീക്ഷാ ടൈമിൽ നമ്മുടെ MPTA അതായത് മദർ PTA ൻ്റെ പിന്നെ അല്ലാത്ത PTA പ്രസിഡൻറ്റും മെമ്പർമാരും ഒക്കെ ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്യൂട്ടി ഇല്ലാത്ത ടീച്ചർമാരും അതാത് സ്കൂളിൽ അവരെ ഡ്യൂട്ടിക്കിടും. പിന്നെ കുട്ടികളെല്ലാം വന്ന് പരീക്ഷയ്ക്ക് വന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇവരെല്ലാം തിരിച്ചും പോവുകയും ചെയ്യും. അങ്ങനെ കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ ഈ പല വീട്ടിലും എന്നുവെച്ചാൽ നമ്മളെല്ലാം ഈ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും മാനസികമായിട്ടും ഒക്കെ കുറേ ഡൗൺ ആയിരിക്കുന്ന സമയം കൂടിയാണല്ലോ. അപ്പം മിക്ക കുട്ടികളുടെയും ഞങ്ങളുടെ സർക്കാർ സ്കൂളായതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളുടെയും പേരൻസ് ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർ ഇപ്പോൾ ക്ലാസ്സുള്ള ടൈമാണെങ്കിലും അതല്ല അവധിയാണെങ്കിലും പരീക്ഷയാണെങ്കിലും അവർ ജോലിക്ക് പോകും. അപ്പോൾ ആ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ സ്കൂളിൽ എത്തിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ SSLC പരീക്ഷയുടെ ഒരു 3ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, ടീച്ചറെ നമ്മുടെ സ്കൂളിലൊരു കുട്ടി ഇന്നുവരെ എത്തിയില്ല, ഒന്ന് ഫോൺ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ ചെയ്തിട്ട് കാര്യമില്ല, സാറിനോട് അതായത് നമ്മുടെ PTA പ്രസിഡൻറ്റിനോട് പറഞ്ഞാൽ മതി, സാറ് പോയി വിളിച്ചുകൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ വിളിച്ചുകൊണ്ട് വന്ന് പരീക്ഷയൊക്കെ ഇരുത്തി. കാരണം അവൻ്റെ പേരൻസ് എപ്പോഴും ജോലിക്ക് പോകുന്നവരാണ്, നിവൃത്തിയിലല്ലാതെ പറ്റത്തില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഡെപ്യൂട്ടിയായിട്ട് നിൽക്കുന്ന സ്കൂളിൽ തന്നെ ഇതുപോലെ തന്നെ ഒരു ഉണ്ടായി. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, അവർ പോയി അപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അന്നത്തെ പരീക്ഷയിലും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 2-3 ദിവസം പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അടുത്ത ഡ്യൂട്ടി വന്നു. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.